ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ന്യൂയോർക്കിൽ നമ്മുടെ വിൻ്ററൊക്കെ കഴിഞ്ഞ് തണുപ്പൊക്കെ കഴിഞ്ഞ 2 ആഴ്ച നല്ല മഴയായിരുന്നു. ഇനി കൃഷിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് പുല്ലുകൾ വെട്ടണം, അങ്ങനെ ഒരുപാട് പണികളാണ്. അതുപോലെ തന്നെ ഡിയർ വന്ന് കയറാതിരിക്കാനായിട്ടുള്ള ഫെൻസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. അപ്പം ചില സംഭവങ്ങൾ നിങ്ങളെ ഞാൻ കൃഷി വിശേഷങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ താമസക്കാർക്ക്, അതായത് ഈ ഏരിയയിലുള്ള താമസക്കാർക്ക് വേണ്ടി ഇവിടുത്തെ പഞ്ചായത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി പൊടിച്ചു തരുന്ന കമ്പോസ്റ്റാണ്. അതെടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. കൃഷിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന, അതായത് ഇലകളൊക്കെ പൊടിച്ച് അവരുണ്ടാക്കി വെച്ചേക്കുന്ന കമ്പോസ്റ്റാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് വാരിക്കൊണ്ട് പോകാം. നമ്മൾ തന്നെ പോയി വാരണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ശകലം വാരി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ കൃഷിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ വാഴ ഇത് വിൻ്റർ കഴിയുമ്പോൾ, തണുപ്പ് കഴിയുമ്പോൾ, സമ്മറാകുമ്പം തന്നെത്താനെ കൊടുത്ത് വരുന്ന വാഴയാണ്. ഇല മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, കൊലയൊന്നും ഉണ്ടാകത്തില്ല. അതാണ് ഈ വാഴ. അപ്പോൾ അത് കിളുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ വർഷത്തെ കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില ഒരുക്കങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പല ജീവികളും വന്ന് നമ്മുടെ ഈ കൃഷി അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് അതിനൊക്കെയുള്ള പ്രൊട്ടക്ഷൻ നമ്മൾ ആദ്യമേ ചെയ്യണം. അതിനുവേണ്ടി ഈ വർഷം ഞാനൊരു അതായത് മാന് ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഫെൻസാണ് ആദ്യമേ ഞാൻ തീർത്തത്. നേരത്തെ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പം പുതിയ ഫെൻസ് ഇട്ടതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനങ്ങളൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് കുറച്ചുകൂടെ അതിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട്. ടെമ്പററി ആയിട്ട് അങ്ങോട്ട് ഇട്ടതാണ്. അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച മൊത്തം മഴയായിരുന്നു. പുല്ല് മൊത്തം അങ്ങ് വളർന്നു. ഇതിനിയും പുല്ല് വെട്ടണം. അപ്പോൾ ഇത് നമുക്ക് ചട്ടി നടാനായിട്ടുള്ള ചട്ടികൾ നിറച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ഞാൻ ഇല പൊഴിഞ്ഞപ്പോൾ ആ ഇലയെല്ലാം കൂടെ തൂത്തുവാരി, അതായത് കരിയില, വിൻ്ററാകുമ്പം കരിയില ഇല പൊഴിയും സമ്മർ കഴിഞ്ഞുള്ള സമയത്ത്. അപ്പോൾ അത് വാരി അതെല്ലാം കൂടെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അത് ചട്ടിക്കകത്ത് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. അല്ലെന്നുണ്ടെങ്കിൽ കൃഷിസ്ഥലത്ത് തന്നെ ഇവിടെ ഇട്ട് നമുക്ക് ആദ്യം വരുന്നത് ഇവിടെ തന്നെ വളമായിട്ട് നമുക്ക് കിളച്ച് നമുക്ക് കൃഷി ചെയ്യാം. അപ്പോൾ അതാണ് ഇത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് ചട്ടികളൊക്കെ നിറച്ചു. അപ്പം ചില സാധനങ്ങൾ ഇവിടെ തന്നെ കീർത്ത് വന്നിട്ടുണ്ട്. അതായത് മത്തയൊക്കെ, അതായത് നമ്മൾ കിച്ചണിലെ വേസ്റ്റുകൾ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് ഡംപ് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള അരികളാണ്. അത് തന്നെത്താനെ കീർത്ത് വന്നതാണ്. പിന്നെ പയറൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ചിട്ടായിരുന്നു. അത് കീർത്ത് വരുന്നുണ്ട്. ഒരു ശരിയായിട്ടുള്ള ഒരു കൃഷിയിലേക്കായില്ല. ഇങ്ങനെ ചെറിയ കപ്പ നട്ടതാണ്. കഴിഞ്ഞ വർഷം കപ്പ കുഴപ്പമില്ലാതെ കിട്ടി. ഈ വർഷം കീർത്ത് വന്നില്ല ഇതുവരെയും. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പോൾ ഇനി ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടി, ഈ സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം. ചീരച്ചേമ്പ് ഇത് ഒരു പരീക്ഷണാർത്ഥം ഞാൻ ഇവിടെ തന്നെ ഇട്ടതാണ്. അതായത് വിൻ്ററിൽ എടുത്തു വെക്കണമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വീടിനകത്ത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ തന്നെ ഇട്ടിരുന്നതാണ്. അത് പക്ഷെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൻ്ററിനെ അതിജീവിച്ച് ഈ സമ്മറായപ്പം കിളുത്ത് വരുമെന്നുള്ളത് ഒരു തെളിവായിട്ട് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കിളുത്ത് വരുന്നുണ്ട്. ഇവിടെ ഈ മത്തത്തയ്യ് ഇഷ്ടംപോലെ കിളുത്ത് നിൽപ്പുണ്ട്. കോവൽ 2-3 മൂട് ഇവിടെ വെച്ചായിരുന്നു. അതും കിളുത്ത് വരുന്നുണ്ട്. വാഴ ഇല വെട്ടാനായിട്ടുള്ള വാഴയാണത്. അപ്പോൾ ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ തുടക്കം. ഇനിയും കൃഷിയെല്ലാം ആക്കിയെടുക്കണം. ഇത് നമുക്ക് കാണുന്ന വളരെ ഭംഗിയും കാര്യങ്ങളുമാണ്. പക്ഷേ ഇതൊന്ന് ആക്കിയെടുക്കണതിൽ ശകലം പണികളുണ്ട്.
അപ്പോൾ പുല്ല് വെട്ടാനായിട്ടുള്ള പരിപാടിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമ്മൾ പുല്ല് വെട്ടാനായിട്ട് നിരപ്പായിട്ട് കിടക്കുന്നിടത്താണ് ഇതുപോലത്തെ ലോൺ മോവറാണ് യൂസ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിമ്മിങ് ചെയ്യാനും ഒക്കെ എഡ്ജും ഒക്കെ ട്രിം ചെയ്യാനായിട്ട് ഇതുപോലത്തെ സാധനം ഉപയോഗിക്കുന്നു. ഇത് ഗ്യാസ് കൊണ്ടുള്ളതാണ്. പക്ഷെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസ് കൊണ്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും അത്ര നല്ലതാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ടാകാനൊക്കെ ഉള്ള പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലിപ്പോൾ ഇച്ചിരി തകരാറുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ഇലക്ട്രിക്, അതായത് പവർ ഉപയോഗിച്ചുള്ളതാണിത്. ഇതാണ് ഉപയോഗിക്കുന്നത്. ചില അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിലും, അതായത് ലൈൻ നമുക്ക് വേണം. ചില അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് സ്റ്റാർട്ടാകുന്ന കാര്യത്തിലൊന്നും പ്രോബ്ലം ഇല്ല. നമ്മുടെ നാട്ടിൽ ഇത് വളരെ പുല്ലുവെട്ടി എന്ന് പറയും. അതായത് പ്രത്യേക പണിയാർ മാത്രം വന്ന് ചെയ്യത്തക്ക രീതിയിൽ വിശ്വസിച്ചാണ് ആളുകൾ ഇരിക്കുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും നമ്മുടെ നാടിനെ സംബന്ധിച്ചോളം ഇതുപോലത്തെ ചെറിയ ഒരെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാം. അല്ലാണ്ട് ഇതിന് പ്രത്യേക ആളുകളെ വിളിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ലിത്. അതാണ് പുല്ലുവെട്ടി. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലുവെട്ടി എന്ന് പറയും. പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്നത് എഡ്ജും അതുപോലത്തെ സൈഡൊക്കെ ഇതുപോലത്തെ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യാൻ വയ്യാത്ത ഭാഗങ്ങളിൽ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഇങ്ങനത്തുള്ള ചില പരിപാടികളൊക്കെ ചെയ്യാൻ പോവുകയാണ് ഇപ്പോഴും. ഗ്യാസ് കട്ട് ചെയ്ത് കഴിഞ്ഞുള്ള ഭാഗമാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല മനോഹരമായ രീതിയിൽ. തുടക്കത്തിൽ നിങ്ങൾ കണ്ടല്ലോ ഒരുമാതിരി വൃത്തികേടായിട്ട്. ഇപ്പം നല്ല മനോഹരമായിട്ട് പുല്ല് വെട്ടിയിട്ടേക്കെയാണ്. കണ്ടില്ലേ, തുടക്കത്തിൽ ഇവിടെ എല്ലാം നല്ല കാടായിട്ട് കിടന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇന്നത്തെ പണി തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഈ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ അകത്തെല്ലാം നമ്മുടെ വെജിറ്റബിളുകൾ നടണം. ഓൾറെഡി ലേറ്റായിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇനി അങ്ങോട്ട് മുന്നോട്ട് നീക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇവിടെ നിർത്തുന്നു. വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു പരിപാടിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബായ്. പുതിയ വിശേഷങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്.
അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്.